ഹായ്, എസ് ഡോഗ്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളെ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളോട് വളരെയധികം ഇഷ്ടമാണ്, പ്രണയമാണ്, എന്നാൽ അത് തുറന്നു പറഞ്ഞിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിലിപ്പോൾ വരുന്ന ആ ഒരു പെൺകുട്ടിയുടെ പ്രവൃത്തിയിൽ കാണുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അഥവാ കുറേ പേരെ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന സൈനുകൾ അവരിൽ ആരിലാണ് കാണുന്നത് അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് ഉറപ്പിച്ചോളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങളെ പ്രണയിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ നിങ്ങളെ നോക്കുന്നതിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ബിഹേവിയറിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അവരുടെ നോട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നിങ്ങളെ കാണുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും ആളുണ്ടാവുക. ഇപ്പൊ നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ പോകുന്നതിനേക്കാൾ ഭയങ്കര എനർജി അവരിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഭയങ്കര ഹാപ്പി ആയിട്ട് നിങ്ങളിലേക്ക് വരിക, സംസാരിക്കുമ്പോൾ സ്മൈൽ ചെയ്ത് സംസാരിക്കുക, നിങ്ങളെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നിൽക്കാനായിട്ടൊക്കെ ശ്രമിക്കുക, നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി സംസാരിക്കുമ്പോൾ ഫുള്ള് ആ ഒരു ചെറിയൊരു സ്മൈൽ ഇങ്ങനെ ഫേസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങളോട് സംസാരിക്കാൻ എന്നുള്ളത്. നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള താല്പര്യവും ആഗ്രഹമൊക്കെ ആ ഒരു പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കും. പെൺകുട്ടികൾ എല്ലാവരോടും ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നവരൊന്നല്ല. അവർക്ക് വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് മാത്രമാണ് അത്രയും ഡീപ്പായിട്ട് സംസാരിക്കാനായിട്ട് നിൽക്കുള്ളൂ. അപ്പം നിങ്ങളോട് അത്രയും ആൾക്ക് ഭയങ്കര ഹാപ്പിയായി ഇൻട്രസ്റ്റ് ഉള്ളതുപോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആളുടെ സ്പെഷ്യൽ പേഴ്സൺസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ കയറി കഴിഞ്ഞു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിൽ ഒരു കംഫർട്ട് പ്ലേസ് ഉണ്ടാക്കാനായിട്ട് ആ ഒരു പെൺകുട്ടി എപ്പോഴും ശ്രമിക്കുന്നുണ്ടായിരിക്കും. വേറൊന്നുമില്ല, സിമ്പിളായിട്ട് പറയാം, ആള് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളോട് ഡിസ്കസ് ചെയ്യും. അതായത് ഇപ്പോൾ ആളുടെ പേഴ്സണൽ കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചെടുക്കുക. എല്ലാവരോടും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു നടക്കും? ഒരിക്കലുമില്ല. പെൺകുട്ടികൾ അങ്ങനെ പറഞ്ഞു നടക്കില്ല. അവരുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ അവർ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണിൻ്റെ അടുത്തേ പറയുള്ളൂ. അപ്പം നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിൽ കയറിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണെങ്കിലൊക്കെ, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, എന്നിട്ടും നിങ്ങളോട് അവളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളാണ് ആ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് എന്നുള്ളത് മനസ്സിലാക്കാം. അതും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്, അത്രയും ആത്മാർത്ഥമായി നിങ്ങളെ വിശ്വസിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ സൈനാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്ന കുഞ്ഞു ജോക്ക് ആണെങ്കിൽ പോലും ആള് നന്നായിട്ട് ചിരിക്കും. അതായത് ഭയങ്കരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ ആ ഒരു പെൺകുട്ടി അങ്ങനെ തന്നെ ആയിരിക്കും, ചെറിയ ചെറിയ രീതിയിലുള്ള തമാശകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ പറയുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ള ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ആ രീതിയിലൊന്നും സംസാരിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, കോമഡി പറയുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ ആവുന്ന സമയത്ത് അങ്ങനെയൊന്നും ആയിരിക്കില്ല, കുറച്ചൊക്കെ ഷൈ ആയിരിക്കാം മേ ബി, എങ്കിൽ പോലും ചെറിയ ചെറിയ രീതിയിലുള്ള തമാശകളും ആളുടെ റിയൽ ക്യാരക്ടറൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവളെ എപ്പോഴും അവളുടെ കോൺവെർസേഷനിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാനായിട്ട് ശ്രമിക്കും. വീട്ടിൽ ആരൊക്കെയുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇനി എന്ത് ചെയ്യാനാണ് പ്ലാൻ ഉള്ളത്, ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും. ചിലപ്പോൾ കുത്തിയൊക്കെ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. അത് വേറൊന്നല്ല, നിങ്ങളെക്കുറിച്ച് A to Z കാര്യങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ്. എല്ലാ പെൺകുട്ടികളും അങ്ങനെയാണ്. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. ഏകദേശം എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് താല്പര്യമുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ അന്വേഷിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, അവരെങ്ങനെയാ ജീവിച്ചോട്ടെ എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, അവളെപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണെങ്കിലും, അതായത് നിങ്ങളുടെ ലൈഫിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാനായിട്ട് ആൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ മുൻകാല പ്രണയങ്ങളെക്കുറിച്ചും, അങ്ങനെ ഭാവിയിൽ നിങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള ചെറിയ ചെറിയ ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതും എല്ലാതും ആള് ചോദിച്ചറിയും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭയങ്കരമായിട്ട് ആള് കെയർ ചെയ്യും. അതായത് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആണോ, നീ ഓക്കെ ആണോ, ഹാപ്പി ആണോ, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. പെൺകുട്ടികൾ എപ്പോഴും കെയർ ആഗ്രഹിക്കുന്നവരാണ്. അതായത് നമ്മൾ കെയർ ചെയ്യുന്നതിലൂടെയാണ് സ്നേഹം എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരും തിരിച്ച് അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുക. അതായത് അവർ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണും എപ്പോഴും കെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കും. അത് സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ് പൊതുവെ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കെയർ ചെയ്യുക, നിങ്ങൾ കഴിച്ചോ എന്നുള്ളത് അന്വേഷിക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഓക്കെ ആണോ, ഹെൽത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ, ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ മാറിയോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഭയങ്കര കെയറിങ് ആയിരിക്കും നിങ്ങളോട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചെറിയൊരു ജെലസി ഫീലിംഗ് ഒക്കെ കാണാൻ പറ്റും ആളിൽ എന്നുള്ളതാണ്. ചെറിയൊരു അസൂയൊക്കെ ഉണ്ടാവും. വേറെ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫേസ് ഒക്കെ ഇങ്ങനെ മാറിപ്പോവും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അങ്ങനെയാണ് ഈ ഒരു അസൂയ എന്ന് പറയുന്നത്. അസൂയും കുശുമ്പൊക്കെ പെൺകുട്ടികൾക്ക് കുറച്ച് കൂടുതലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊത്തിരി സ്നേഹിക്കുന്ന ആ ഒരാള് വേറെ ആരോടെങ്കിലും സംസാരിക്കുന്നത് കാണുമ്പോൾ, കുറച്ച് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയൊരു ജെലസി ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ആ രീതിയിൽ നിങ്ങളോട് പെരുമാറുകയോ അല്ലെങ്കിൽ എന്തിനാ അവളോട് സംസാരിച്ചത് ഇങ്ങനെയൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളോട് ഇഷ്ടമാണെന്നൊന്നും തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ പോലും ഈ വക കാര്യങ്ങളൊക്കെ ആള് നന്നായിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അതായത് ഈ ജലസിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. നമുക്ക് അസൂയ ഫീൽ ചെയ്യുന്നത് നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ആളുകളുടെ കാര്യത്തിലാണ്. ഒരു സ്വാർത്ഥത തോന്നുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും പേഴ്സൺസിനെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ അവൾക്ക് നിങ്ങളോട് തുറന്നു പറയാനായിട്ടൊരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും സൈനുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഉറപ്പിച്ചോളൂ ആൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ആള് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതായത് ബാക്കിയുള്ളത് പോലെയല്ല, ബാക്കിയുള്ളവരോട് സംസാരിക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ വേറെ ആരോടും ചിലപ്പോൾ ഹെൽപ്പ് ഒന്നും ചോദിക്കില്ല, നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട, അവര് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. അപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അവർ ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്ടം നിങ്ങൾക്ക് തുറന്നു പറയാം. കാരണം ആളിങ്ങനെ പറയണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ചെറുതായിട്ട് നിങ്ങളൊന്ന് അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സ് തുറക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്